What is the difference between sum of the first 20 terms and the next 20 terms of the arithmetic sequence 6, 10, 40? അതായത് 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നാണ് ചോദ്യം. ഇവിടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണണം, പിന്നെ അടുത്ത 20 പദങ്ങളുടെ തുക കാണണം, എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം കാണണം. അപ്പൊ ഇവിടെ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? അതായത് ഫസ്റ്റത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണോ അതോ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണം? അതായത് സമ്മ കാണാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലെ. ആദ്യ പദം അവസാന പദം വെച്ചാണ് n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, അല്ലെങ്കിൽ n/2 ഇൻറ്റു x1 പ്ലസ് xn, അല്ലെങ്കിൽ n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഇവിടെ ഞാൻ ഫസ്റ്റത്തെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇവിടെ നമുക്ക് എന്തായാലും അൾജിബ്ര കണ്ടുപിടിക്കണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമാന്തര ശ്രേണിയിലെ തന്നെ, അതായത് 6, 10, 14 എന്ന് പറഞ്ഞു പോകുന്ന സമാന്തര ശ്രേണിയിലെ തന്നെ ആദ്യത്തെ 20 പദവും അടുത്ത 20 പദമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത 20 പദം കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത 20 പദങ്ങളിലെ ആദ്യ പദം എത്രയായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതായത് ആദ്യത്തെ 20 പദം കഴിഞ്ഞ് അടുത്ത 20 പദം എടുക്കുമ്പോൾ എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും? അതെ, 21 തൊട്ട് 40 വരെ ആയിരിക്കും. ഓക്കെ, ആദ്യം 1 തൊട്ട് 20 വരെ, പിന്നെ 21 തൊട്ട് 40 വരെ. അപ്പൊ ഈ 21ാമത്തെ പദമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൾജിബ്ര വേണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഫസ്റ്റത്തെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യണം. ആദ്യം നമുക്ക് ഇതിന്റെ അൾജിബ്ര കണ്ടുപിടിക്കാം. എന്തുകൊണ്ടാണ് ഞാൻ അൾജിബ്ര കാണുന്നത് മനസ്സിലായില്ലേ? ആദ്യത്തെ 20 പദവും അടുത്ത 20 പദവും, ഫസ്റ്റ് 20 ടേംസ് ആൻഡ് നെക്സ്റ്റ് 20 ടേംസ്, ആദ്യത്തെ 20 പദം അടുത്ത 20 പദം. അപ്പൊ നമുക്ക് ഇവിടെ 6, 10, 14 എന്ന് പറയുന്ന സമാന്തര ശ്രേണി, അതിന്റെ അൾജിബ്ര കാണണം an പ്ലസ് ബി ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം, 10ന്ന് 6 പോയാൽ 4, അപ്പൊ 4n. ഇനി n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് 6 കിട്ടണം. അപ്പൊ 4 × 1 4 ആണ്. 4ന്റെ കൂടെ 2 കൂട്ടിയാൽ അത് 6 ആകും. അപ്പൊ 4n പ്ലസ് 2. നമ്മളുടെ അൾജിബ്ര കിട്ടിയാലോ? ദെൻ ഇനി അൾജിബ്ര കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി 20ാമത്തെ പദം കാണാം. 20ാമത്തെ പദം കാണാൻ എന്ത് ചെയ്താൽ മതി? n-ന്റെ സ്ഥാനത്ത് 20 കൊടുത്തു. അപ്പൊ 4 × 20 പ്ലസ് 2, 4 × 20 80 എന്ന് കിട്ടും. 80 പ്ലസ് 2 82. അപ്പൊ 20ാമത്തെ പദം കിട്ടി. ഇനി ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാലോ. n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, അഥവാ n/2 ഇൻറ്റു x1 എന്ന് പറഞ്ഞ ഒന്നാമത്തെ പദം അഥവാ ആദ്യ പദം, പ്ലസ് xn എന്ന് പറഞ്ഞ അവസാന പദം. ഇവിടെ അവസാന പദം എത്രാമത്തെ പദം? 20ാമത്തെ പദം. അപ്പൊ ഇവിടുത്തെ ആദ്യ പദം എന്ന് പറയുന്നത് 6 ആണ്. 20ാം പദം എന്ന് പറയുന്നത് 82 ആണ്. 20 പദങ്ങളാണുള്ളത്. അപ്പൊ എങ്ങനെ വരും? 20/2 ഇൻറ്റു 6 പ്ലസ് 82. 20/2 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. 6 പ്ലസ് 82 ചെയ്യുമ്പോൾ 88. ദെൻ 88 പ്ലസ് 10 880. ഇനി അടുത്ത 20 പദങ്ങളുടെ തുക കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത 20 പദങ്ങളിലെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് 21ാമത്തെ പദമാണ്. അപ്പൊ 21ാമത്തെ പദം കാണണം. അതിന് x-ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി? 21 കൊടുക്കുക. അല്ലെങ്കിൽ 20ാമത്തെ പദം 82 ആണ്. ആ 82ലേക്ക് കോമൺ ഡിഫറൻസ് കൂട്ടി കൊടുത്താൽ മതി. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അപ്പൊ 82 4 86. ഇപ്പൊ 21ാമത്തെ പദം കിട്ടി. ഇനി അടുത്ത 20 പദങ്ങൾ എന്ന് പറയുമ്പോൾ 21 തൊട്ട് എത്ര വരെയാ? 40 വരെ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ എത്രാമത്തെ പദം കാണണം? 40ാമത്തെ പദം. അതിൽ n-ന് എന്ത് ചെയ്യണം? 40 ഇട്ട് കൊടുക്കണം. അപ്പൊ 4 × 40 പ്ലസ് 2, 4 × 40 160 കിട്ടും. ദെൻ 160 പ്ലസ് 2 162. ഇനി നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ഏതാ? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ n എന്ന് പറയുന്നത് 20 തന്നെയാണ്. ആദ്യ പദം എന്ന് പറയുന്നത് 21ാമത്തെ പദം 86 ആണ്. അവസാന പദം എന്ന് പറയുന്നത് 40ാമത്തെ പദമായ 162. ഓക്കെ, അപ്പൊ കൊടുക്കുമ്പോൾ 20/2 86 പ്ലസ് 162. 20/2 10 കിട്ടും. 248 2480. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. 2480 880 കുറക്കുക അല്ലെ? എത്ര കിട്ടും? 2480 നിന്നും 880 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇതാ 0 നിന്ന് 0 പോയ 0, 8 നിന്ന് 8 പോയ 0, ഇവിടെ 4 നിന്ന് 8 പോലെ. അപ്പൊ ഇവിടെ നിന്ന് എടുത്തു 14, 14 നിന്ന് 8 പോയാൽ 6. ദെൻ ഇവിടെ നിന്ന് കടം പോയതുകൊണ്ട് ഇവിടെ 6. അല്ല സോറി 1, 2 1 അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പൊ 1600. അപ്പൊ എത്ര വ്യത്യാസം? 1600.